ഇറച്ചിക്കോഴിക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതും മൂലം പ്രതിസന്ധിയിലാണ് ഇറച്ചിക്കോഴി ഫാം നടത്തുന്ന ചെറുകിട കർഷകർ. ലക്ഷങ്ങൾ മുടക്കി ചെറുതും വലുതുമായ ഫാമുകൾ തുടങ്ങിയ ഇവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. മിക്കവരും ഫാമുകൾ പൂട്ടി. ഇറച്ചിക്കോഴിയുടെ ഉൽപാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് പത്തനംതിട്ട കോന്നി അതുമ്പുംകുളം സ്വദേശി സുനിൽ സ്വന്തമായി ഫാം തുടങ്ങിയത്. ഫാം നിർമ്മാണത്തിനും കോഴികൾക്കുമായി ലക്ഷങ്ങൾ തന്നെ ചിലവഴിച്ചു. എന്നാൽ ഇറച്ചിക്കോഴിക്കുള്ള വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമായതോടെ ഫാം അടച്ചുപൂട്ടി. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴി തീറ്റയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ലെന്ന് സുനിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡയറി ഫാമിലായാലും ഇതുപോലെയുള്ള പൗൾട്രി ഫാമിനൊക്കെ തീറ്റയ്ക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. 3000-ഓളം ഇറച്ചിക്കോഴികളെ വളർത്താൻ ശേഷിയുള്ളതായിരുന്നു സുനിലിന്റെ ഫാം. ചിലവിനനുസരിച്ച് വരുമാനം ലഭിക്കാതായതോടെ സാമ്പത്തിക ബാധ്യത കാരണം ഫാം അടച്ചുപൂട്ടുകയായിരുന്നു. ചെറുകിട സംരംഭം എന്ന രീതിയിൽ ഇറച്ചിക്കോഴി ഫാം തുടങ്ങിയ കർഷകരെല്ലാം ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. പലരും ബാങ്ക് വായ്പയെടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പൗൾട്രി ഫാമുകൾ തുടങ്ങിയിട്ടുള്ളത്. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടാണ് മിക്കവരും ഫാമുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാർ സഹായവും സബ്സിഡിയും ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂവെന്നാണ് കർഷകർ പറയുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.